Hi dear students, welcome back to Alexi Academy. അപ്പോൾ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ നമ്മുടെ 6th സെമസ്റ്റർ സിവിൽ എഞ്ചിനീയറിങ്ങിലെ ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ നമ്പർ 1 സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1ലെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. CE 302 ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് മൊഡ്യൂൾ 1 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 1ലെ ഫസ്റ്റ് ടോപ്പിക്ക് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് ആണ്. അപ്പോൾ ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതിൻ്റെ ഒരു ലേ ഔട്ട് ഫിഗർ, പിന്നെ അതിൻ്റെ അകത്തുള്ള ഓരോ പാർട്സ് എന്താണെന്നും ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ലെക്ചർ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡൈവേർഷൻ ഹെഡ് വർക്ക്. The works which are constructed at the head of the canal in order to divert the river water towards the canal so as to ensure a regulated continuous supply of silt-free water with a certain minimum head into the canal are known as diversion head works. അപ്പോൾ ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ റിവറിലുള്ള വാട്ടറിനെ, ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിവറിലുള്ള വാട്ടറിനെ ഒരു കനാലിലേക്ക്, ഇതിപ്പോൾ ഒരു കനാലാണെന്ന് വിചാരിച്ചു, കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി, എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി, റെഗുലേറ്റഡ് കണ്ടിന്യൂസ് സപ്ലൈ. അപ്പോൾ ഒരു റിവറിലുള്ള വാട്ടറിന് ഒരു കണ്ടിന്യൂസ് സപ്ലൈ ആയിട്ട് അത് സിൽട്ട് ഫ്രീ ആയിട്ട്, ഇപ്പോൾ റിവറിലുള്ള വാട്ടറിന് എന്തായാലും അതിൻ്റെ അകത്ത് കുറേ പൊടിപടലങ്ങളും സിൽട്ട് പാർട്ടിക്കിൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ സിൽട്ട് ഫ്രീ ആക്കി കനാലിലേക്ക് കണ്ടിന്യൂസ് റെഗുലേറ്റഡ് വാട്ടറാക്കി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പർപ്പസ് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. ഈ ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് കൊടുക്കുന്നതുകൊണ്ടുള്ള പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ടു റൈസ് ദ വാട്ടർ ലെവൽ ഓൺ ദ സ്ട്രീം. അതായത് നമ്മുടെ റിവറിലുള്ള വാട്ടർ ഒരു കോൺസ്റ്റൻറ്റ് ഹൈറ്റിലായിരിക്കും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡൈവേർഷൻ ഹെഡ് വർക്ക് ഇതിനെ ക്രോസ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ഡൈവേർഷൻ ഹെഡ് വർക്ക്സിൽ കുറേ പാർട്സ് ഉണ്ട്, അത് നമുക്ക് തൊട്ടടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ റിവറിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു ഡൈവേർഷൻ ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ടാവും ഇനീഷ്യലി ആ വാട്ടർ ഇതിൽ കൊളൈഡ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും, എന്നിട്ടുള്ള വാട്ടറാണ് ഇതിൻ്റെ മുകളിൽ കൂടെ പതുക്കെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തും കിട്ടും, ആ സ്ട്രീമിലുള്ള വാട്ടർ ലെവലിനെ റൈസ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് പർപ്പസ് അതാണ്, ടു റൈസ് ദ വാട്ടർ ലെവൽ ഓൺ ദ സ്ട്രീം എന്ന് പറഞ്ഞാൽ റിവർ തന്നെ. രണ്ടാമത്തത് ഇറ്റ് റെഗുലേറ്റ്സ് ദ സപ്ലൈ ഓഫ് വാട്ടർ ഇൻ ടു ദ കനാൽ. റിവറിലുള്ള വാട്ടറിനെ കനാലിലേക്ക് റെഗുലേറ്റ് ചെയ്ത് വിടാനായിട്ട് ഡൈവേർഷൻ ഹെഡ് വർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു അടുത്ത പർപ്പസ്. മൂന്നാമത്തത് ഇറ്റ് പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് സിൽട്ട് ഇൻ ടു ദ കനാൽ. അപ്പോൾ കനാലിലേക്ക് വാട്ടർ ഡൈവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം റിവറിലുള്ള വാട്ടറിൽ കുറേ സിൽട്ട് പാർട്ടിക്കിൾസൊക്കെ ഉണ്ടാകും, കാരണം അത് കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്ത് വരുന്നതല്ലേ. അപ്പോൾ ആ സിൽട്ട് പാർട്ടിക്കിൾസ് ഒന്നും കനാലിലേക്ക് എൻട്രി ചെയ്യാതിരിക്കും. അപ്പോൾ അതിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഡൈവേർഷൻ ഹെഡ് വർക്ക് യൂസ്ഫുള്ളാണ്. അടുത്തത് ഇറ്റ് ക്രിയേറ്റ്സ് എ സ്മോൾ പോണ്ട്. പോണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ റിസർവോയർ എന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിവറിൽ കൂടെ വെള്ളം ഫ്ലോ ചെയ്ത് വരുന്നു, ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു, ചെറിയൊരു ഒബ്സ്ട്രക്ഷൻ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും, വെള്ളം പതുക്കെ റൈസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ മുകളിൽ കൂടി ഫ്ലോ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പോണ്ടിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഇറ്റ് ക്രിയേറ്റ്സ് എ സ്മോൾ പോണ്ട്. It's not a reservoir on its sides upstream and provide a small pondage. അപ്പോൾ നമ്മളെവിടെയാണോ ഈ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ അപ്സ്ട്രീം സൈഡ് ഇത്, ഡൗൺ സ്ട്രീം സൈഡ് ഇത്. ഈ അപ്സ്ട്രീം സൈഡിൽ ചെറിയൊരു പോണ്ടിങ്, അതായത് വെള്ളത്തിൻ്റെ ഒരു കെട്ട് രൂപപ്പെടും. അവിടെ എന്തായിരിക്കും, ഈ പോർഷനിൽ വെള്ളത്തിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും. പോണ്ടെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സ്റ്റിൽ വാട്ടർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം പെട്ടെന്ന് ഇവിടെ ഒരു വർക്ക് വരുമ്പോൾ എന്തായിരിക്കും, ഇവിടെ വന്ന് മീറ്റ് ചെയ്ത് സ്ലോ ആവും.
എന്നിട്ട് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഫ്ലോ ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ഒരു പോണ്ടിങ് ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് കൊണ്ട് മെയിനായിട്ട് 4 പർപ്പസാണുള്ളത്. റിവറിലുള്ള വാട്ടറിൻ്റെ ലെവലിനെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് റൈസ് ചെയ്യാൻ പറ്റും. റിവറിലുള്ള വാട്ടറിനെ നമുക്ക് കനാലിലേക്ക് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കനാലിലേക്ക് എൻ്റർ ചെയ്യുന്ന വാട്ടറിനെ നമുക്ക് സിൽട്ട് ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യിപ്പിക്കാം. ലാസ്റ്റ് വൺ, ഇറ്റ് ക്രിയേറ്റ്സ് എ സ്മോൾ പോണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂസ്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക്. നമുക്ക് 2 ഡൈവേർഷൻ ഹെഡ് വർക്കാണുള്ളത്. ഒന്നാമത്തത് ടെമ്പററി സ്ട്രക്ചർ ഡൈവേർഷൻ ഹെഡ് വർക്ക്, മൂന്നാമത്തത് പെർമനൻറ്റ് സ്ട്രക്ചർ ഡൈവേർഷൻ ഹെഡ് വർക്ക്. അപ്പോൾ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പെർമനൻ്റ് എന്ന് പറയുമ്പോൾ ഒരു റിവറിന് അക്രോസ് ആയിട്ട് നമ്മൾ പെർമനൻ്റ് ആയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു ഹെഡ് വർക്കാണ്. അപ്പോൾ ത്രൂ ഔട്ട് ആ ഒരു റിവറിൻ്റെ ഫ്ലോയിൽ ആ ഒരു ഡൈവേർഷൻ ഹെഡ് വർക്ക് ഉണ്ടാകും. ടെമ്പററി എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റിവറിലുള്ള ഫ്ലോയിനെ നമുക്കൊന്ന് ഒബ്സ്ട്രക്റ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷത്തേക്ക് മാത്രം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഈ ടെമ്പററി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ഈ ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ഒരു ജനറൽ ലേ ഔട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ജനറൽ ലേ ഔട്ട് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക്. അപ്പോൾ ഈ ഫിഗർ ആരും കാണാപ്പാടമൊന്നും പഠിച്ചു വെക്കരുത്. കാണാപ്പാടം നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. കുറേ വരകളും ലൈൻസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഒരു കഥ പോലെ ഓർത്തിരിക്കുക. കഥ പോലെ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഒരു റിവർ ഫ്ലോ ചെയ്യുന്നുണ്ടല്ലേ. റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ റിവർ ഫ്ലോ ചെയ്യുന്നതിൻ്റെ പോർഷനിൽ എവിടെയെങ്കിലും നമുക്കതിനെ ഫ്ലോ ഒന്ന് പാരലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൈഡ് ബാങ്ക്സ് യൂസ് ചെയ്യുന്നത്. ഫ്ലോ പാരലാക്കാൻ, കാരണം റിവറിൻ്റെ പ്രൊഫൈൽ ചിലപ്പോൾ യൂണിഫോം ആയിരിക്കില്ല. റിവർ പലയിടത്തും ഇങ്ങനെ റെഗുലർ ഷേപ്പിലൊക്കെ ആയിരിക്കും പോകുന്നു. അതുകൊണ്ട് പലയിടത്തും പല വെലോസിറ്റിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോഷൻ മിയാൻഡറിങ് ഒക്കെ സംഭവിക്കും അല്ലേ. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളെവിടെയെങ്കിലും ഒരു സ്ട്രക്ചർ പണിയുവാണെങ്കിൽ, റിവറിലൊരു സ്ട്രക്ചർ പണിയുവാണെങ്കിൽ നമ്മളതിനെ ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്, റിവറിലുള്ള സ്ട്രക്ചറിന്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറാണല്ലേ. ഈ ഹൈഡ്രോളിക് സ്ട്രക്ചർ പണിയുമ്പോൾ ഇവിടുത്തെ പോർഷനൊന്നും ഇറോഡ് ചെയ്ത് പോകരുത്. ഇതിങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് ഇറോഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന എന്ത് സംഭവിക്കും, ഈ സ്ട്രക്ചർ ഫെയിലിയർ ആയിപ്പോകും. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ സ്ട്രക്ചർ പണിയുമ്പോൾ അവിടെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി പണിയുന്നതാണ് ഗൈഡ് ബാങ്ക്സ്, റിവറിലെ വാട്ടറിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഗൈഡ് ബാങ്കിൻ്റെ പ്രത്യേകത എന്താണ്, അതായത് ഇത്രയും പോർഷനിൽ ഈ റിവറിൻ്റെ ഫ്ലോ നമുക്ക് പാരലൽ അല്ലെങ്കിൽ യൂണിഫോം ഫ്ലോ ആക്കാൻ പറ്റും. അപ്പോൾ ഇറഗുലറായിട്ട് വരുന്ന റിവറിൻ്റെ വെള്ളത്തിനെ നമ്മൾ പാരലാക്കാൻ വേണ്ടി, സ്മൂത്ത് ആക്കാൻ വേണ്ടി കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം, ഗൈഡ് ബാങ്ക് എന്ന് പറയും. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതാണ് റിവറിൻ്റെ ഫ്ലോ. ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ നമുക്ക് ബിൽഡിങ്സും പ്ലാന്റേഷനും ഒക്കെ കാണും. ഇത് സപ്പോസ് ഇവിടുത്തെ എലിവേഷൻ കുറച്ച് കൂടുതലും ഇവിടുത്തെ എലിവേഷൻ കുറച്ച് താഴെയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള വെള്ളം ഇത് ഇങ്ങോട്ടേക്ക് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെയുള്ള ബിൽഡിങ്സും പ്ലാന്റ്സും ഇതെല്ലാം ഇറോഡ് ചെയ്ത് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഗൈഡ് ബാങ്ക്സിൻ്റെ അക്രോസ് അതിൻ്റെ എലിവേഷൻ കൂട്ടി നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് മാർജിനൽ എംബാക്ക്മെൻറ്റ് അല്ലെങ്കിൽ മാർജിനൽ ബണ്ട്. ഇതിങ്ങനെ ഒരു മല പോലെ ഇരിക്കും. ഈ റിവറിൻ്റെ സൈഡിൽ ചെറിയൊരു സ്ലോപ്പ് പോലെ നമ്മളിങ്ങനെ പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും, ഫ്ലഡ് എങ്ങനെ വന്നാലും ഈ റിവർ ഇതിൻ്റെ മുകളിൽ കൂടെ ഒലിച്ച് താഴത്തേക്ക് വരില്ല. ഈ സൈഡിലുള്ള ബിൽഡിങ്സും പ്ലാന്റേഷനും നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിനു വേണ്ടി ഈ വെള്ളം, റിവറിൻ്റെ അകത്തൂടെയുള്ള വെള്ളം എപ്പോഴെങ്കിലുമൊക്കെ ഫ്ലഡ് വരുമ്പോൾ പൊങ്ങിയാലും സൈഡിലുള്ള ഏരിയാസിനെയൊക്കെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ സൈഡിലുള്ള മാർജിനൽ ബൺസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഗൈഡ് ബാങ്ക് പറഞ്ഞു, മാർജിനൽ ബണ്ട് പറഞ്ഞു. ഇതിനെ രണ്ടിനെയും കൂടി നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് റിവർ ട്രെയിനിങ് വർക്ക്. റിവറിലുള്ള വാട്ടറിനെ ട്രെയിൻ ചെയ്യും. അത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷൻ ഞാൻ ഇനി അങ്ങോട്ട് പറയാം. ഇനി അടുത്തത് ഇതാണ് നമ്മുടെ മെയിൻ സ്ട്രക്ചർ. റിവറിനെ ക്രോസ് ആയിട്ട് നമ്മൾ പണിഞ്ഞേക്കുന്ന മെയിൻ സ്ട്രക്ചർ. ഇതിനെയാണ് നമ്മൾ വെയർ എന്ന് പറയുന്നത്. വെയർ
ചെറിയ ഒരു ഡാം അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ വെയർ. അപ്പോൾ എന്തായിരിക്കും, ഇതിലെ വരുന്ന വെള്ളം ഈ വെയറിൽ ഒന്ന് തട്ടും. തട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ഒരു ചെറിയ പോണ്ടിങ് ഉണ്ടാവും, വെള്ളം പതുക്കെ പൊങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിൽ കൂടെ പിന്നെ ഇതിന് ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ നമ്മളിങ്ങനെ ഒരു വെർട്ടിക്കൽ ഒബ്സ്ട്രക്ഷനാണ് ഇത്. വെർട്ടിക്കൽ ഒബ്സ്ട്രക്ഷൻ പണിയുമ്പോൾ ഇവിടെ നിന്ന് വെള്ളം വന്ന് ആദ്യം പതുക്കെ റൈസ് ചെയ്യാൻ തുടങ്ങും. ആ വെള്ളമാണ് നമ്മൾ കനാലിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് വിടും. അപ്പോൾ അങ്ങനെ കനാലിലേക്കൊരു കോൺസ്റ്റൻറ്റ് ഫ്ലോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രൈമറി പർപ്പസിനാണ് നമ്മളിവിടെ ഒരു വെയർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഒരു കോൺക്രീറ്റ് വെയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മേസണറി സ്ട്രക്ചർ ആയിരിക്കും. ഇനി ഈ വെയറിനെ തന്നെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഈ ഒരു വാൾ വെച്ചിട്ടാണ്. ഒരു വെർട്ടിക്കൽ വാൾ വെച്ചിട്ട് നമ്മൾ ഈ മൊത്തം വെയറിനെ, ഇതൊരു പാർട്ട് 1, ഈ ചെറിയ പാർട്ട് 2. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ വെയർ. ഈ വെയറിനെ തന്നെ എന്താ, ഒരു വെർട്ടിക്കൽ വാൾ. ഈ വെർട്ടിക്കൽ വാളിന് നമ്മൾ ഡിവൈഡ് വാൾ എന്നാണ് പറയുന്നത്. ഡിവൈഡ് വാൾ. ഈ ഡിവൈഡ് വാളിൻ്റെ ഇപ്പം ഒരു സൈഡിൽ ഫിഷ് ലാഡറാണ് ഉള്ളത്. ഇതേപോലെ വാട്ടറിന് ഇതിൻ്റെ അകത്തൂടി ഫ്ലോ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സിക്സാക്ക് മാനറിലെ വെള്ളത്തിന് പോകാൻ പറ്റും. അതിന് നമ്മൾ ഫിഷ് ലാഡർ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ഞാൻ ഇനി അങ്ങോട്ട് പറയാം. ഞാൻ ജസ്റ്റ് പാർട്സ് പറഞ്ഞു പോവാം. ഇനി ഈ ഒരു റിവറിൻ്റെ അപ്സ്ട്രീം സൈഡാണിത്, ഡൗൺ സ്ട്രീം സൈഡാണിത്. വെള്ളം ഇങ്ങനെയാണ് ഒഴുകുന്നത്. അപ്പോൾ ഇവിടെ ഒരു വെയർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് കുറച്ച് മുമ്പായിട്ട് നമ്മുടെ കനാല് പോകുന്നുണ്ട്. ഈ കനാലിൽ റിവറിലെ വെള്ളം കനാലിലേക്ക് എൻ്റർ ചെയ്യുന്ന പോർഷനിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു മെമ്പറാണ് അല്ലെങ്കിൽ പാർട്ടാണ് എന്ത്, കനാൽ ഹെഡ് റെഗുലേറ്റർ. കനാലിൻ്റെ ഹെഡിൽ റിവറിലുള്ള വെള്ളം കനാലിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് 1-2 കാര്യങ്ങളും കൂടിയുണ്ട്. ഈ ഒരു വെയറിനെ നമ്മൾ ഈ ഡിവൈഡ് വാൾ വെച്ച് 2ആക്കിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ഇതിനെ നമ്മൾ അണ്ടർ സ്ലൂയിസ് എന്നാണ് പറയുന്നത്. അണ്ടർ സ്ലൂയിസ് വെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരുന്ന വെള്ളം ഇവിടെ വന്ന് ഇതിൻ്റെ സിൽട്ടൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ സിൽട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനൊക്കെ ഇതിൻ്റെ താഴെ നമ്മൾ 2 ഹോൾ പ്രൊവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു വെർട്ടിക്കൽ വാളാണ്. ഇതിൻ്റെ താഴെ നമ്മൾ കുറച്ച് സ്ലൂയിസ് ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്തുകൂടിയാണ് നമ്മൾ ഈ സിൽട്ടൊക്കെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് അണ്ടർ സ്ലൂയിസ് വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ ഒരു മനസ്സിലാക്കി വരച്ച് പോവുക. ഒരു കഥ പോലെ പഠിച്ച് പാർട്സ് പഠിച്ചു വെക്കുക. അപ്പോൾ റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ റിവറിൻ്റെ ഫ്ലോനെ യൂണിഫോം ആക്കാൻ വേണ്ടി നമ്മൾ പണിയുന്നതാണ് ഗൈഡ് ബാങ്ക്. ഇനി എപ്പോഴെങ്കിലും ഈ റിവറിലെ വെള്ളം ഫ്ലഡ് വന്ന് പുറത്തേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ സൈഡിൽ നമ്മൾ കെട്ടി നിർത്തുന്ന ബണ്ടിനെയാണ് നമ്മൾ മാർജിനൽ ബണ്ട്സ് എന്ന് പറയുന്നത്. ഈ മാർജിനൽ ബണ്ടിനെയും ഗൈഡ് ബാങ്കിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് റിവർ ട്രെയിനിങ് വർക്ക്. ഇനി റിവറിൽ കൂടി വരുന്ന വെള്ളം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ലെവൽ റൈസ് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന മെമ്പറാണ് മെയിൻ വെയർ. ഈ വെയറിന് നമ്മൾ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് വാൾ വെച്ചിട്ട് അതിന് ഇവിടെ ഒരു ചെറിയ പാർട്ട്. ഈ മെയിൻ പാർട്ടിൻ്റെ ഡിവൈഡ് വാളിൻ്റെ അടുത്ത സൈഡിൽ ഫിഷ് ലാഡറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിവറിലുള്ള ഫിഷിന് ഇങ്ങോട്ട് പാസ് ചെയ്ത് പോകാമെങ്കിൽ ഏത് ടൈമിനാണെങ്കിലും അതിനാണ് ഈ ഫിഷ് ലാഡർ യൂസ് ചെയ്യുന്നത്. ഇനി ഈ വെയറിൻ്റെ അപ്സ്ട്രീം സൈഡിൽ, ഇത് അപ്സ്ട്രീം ഇത് ഡൗൺ സ്ട്രീം, നമുക്കൊരു കനാലുണ്ട്. കനാലിൻ്റെ എൻട്രിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് കനാൽ റെഗുലേറ്റർ. ഓക്കെ, ഇനി ഇവിടെ അണ്ടർ സ്ലൂയിസ് ഉണ്ട്. ഇതിൻ്റെ താഴെ അണ്ടർ സ്ലൂയിസ് വാൽവ് ഉണ്ട്. ഇതിൻ്റെ ഈ സൈഡിൽ സിൽട്ട് എക്സ്ക്ലൂഡറും ഉണ്ട്. അത് ഞാൻ ഇനി അടുത്ത ഫിഗറിൽ പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്ന പാർട്സ്. ഇനി നമുക്ക് ഓരോ കമ്പോണൻറ്റും ജസ്റ്റ് ഒന്നുകൂടി പറയാം. കമ്പോണൻ്റ് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക്. ഒന്നാമത്തത് വെയർ ഓർ ബാരേജ്. ആ മെയിൻ സ്ട്രക്ചർ, റിവറിനെ ബ്ലോക്ക് ചെയ്യുന്ന മെയിൻ സ്ട്രക്ചറിനാണ് നമ്മൾ വെയർ അല്ലെങ്കിൽ ബാരേജ് എന്ന് പറയും. രണ്ടാമത്തത് അണ്ടർ സ്ലൂയിസ്. മൂന്നാമത്തത് ഡിവൈഡ് വാൾ. നാലാമത്തത് ഫിഷ് ലാഡർ. ആറാമത്തത് കനാൽ ഹെഡ് റെഗുലേറ്റർ. ആറാമത്തത് സിൽട്ട് എക്സ്ക്ലൂഡർ ഓർ സിൽട്ട് പ്രിവെൻഷൻ ഡിവൈസ്. എട്ടാമത്തത് റിവർ ട്രെയിനിങ് വർക്ക്. അത് 2 ഉണ്ട്. മാർജിനൽ ബണ്ടും ഉണ്ട്, ഗൈഡ് ബൺസും ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ പാർട്സ്. ഇനി ഞാൻ ജസ്റ്റ് അപ്പോൾ
നേരത്തെ കാണിച്ച ആ ഒരു ലേഔട്ട് ഫിഗറിനെ ഞാനൊരു 3 ഡയമെൻഷനലി ഒന്ന് വരച്ച് നോക്കിയതാണ്, കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഏതാണ് വെർട്ടിക്കൽ മെമ്പർ, ഏതാണ് ഹൊറിസോണ്ടൽ മെമ്പർ എന്നൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വരച്ചത്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാമിന് നിങ്ങൾ നേരത്തെ കാണിച്ച ആ ഫിഗർ തന്നെ വരച്ചാൽ മതി ലേഔട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാ റിവറാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ റിവറിൻ്റെ വിഡ്ത്ത് നോക്കി, വലിയ വിഡ്ത്തുള്ള റിവറാണ് ഫ്ലോ ചെയ്ത് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇതിൻ്റെ സൈഡിൽ സ്ട്രക്ചർ, ഈ മെയിൻ സ്ട്രക്ചർ എവിടെയാണോ പണിയേണ്ടത് ആ ഏരിയയിൽ നമ്മൾ ഗൈഡ് ബാങ്ക്സ് കൺസ്ട്രക്ട് ചെയ്യും. ഇതാണ് ഗൈഡ് ബാങ്ക്സ്, ഈ സൈഡിലുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ സം. അപ്പോൾ ഇത്രയും ഏരിയയിൽ ഫ്ലോ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും? ഒരു യൂണിഫോം ഫ്ലോ ആയിരിക്കും നമുക്ക് ഈ പോർഷനിൽ കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗൈഡ് ബാങ്ക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ മാർജിനൽ ബൺസ് എന്തിനാണ്? ഈ കാണുന്നതാണ് മാർജിനൽ ബൺസ്, ഇതിൻ്റെ സൈഡിൽ കൂടി പോകുന്നു. മാർജിനൽ ബൺസ് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റിവറിലെ വെള്ളം ഫ്ലഡ് വരുന്ന സമയത്ത് റൈസ് ചെയ്ത് താഴത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലുള്ള സ്ഥലത്തേക്കൊന്നും ഒലിച്ചിറങ്ങി പോകരുത്. കാരണം സൈഡിൽ ബിൽഡിങ്സ് ഉണ്ടാവും, റോഡുകളുണ്ടാവും, അപ്പോൾ അതൊന്നും ഡിസ്റ്റർബ്ഡ് ആവരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന ബണ്ടിനെയാണ് നമ്മൾ മാർജിനൽ ബണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാർജിനൽ ബണ്ടിനെയും ഗൈഡ് ബാങ്ക്സിനെയാണ് നമ്മൾ മെയിനായിട്ട് റിവർ ട്രെയിനിങ് വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ മെമ്പർ ഇതാണ്, ഒരു ഹൊറിസോണ്ടൽ മെമ്പർ. ഏതാണ്? വെയർ അല്ലെങ്കിൽ ബാരേജ്. ഈ കാണുന്ന വെർട്ടിക്കൽ വാളിനെയാണ് നമ്മൾ വെയർ അല്ലെങ്കിൽ ബാരേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒഴുകി വരുന്ന വെള്ളം ഈ ഒരു ഒബ്സ്ട്രക്ഷനിൽ തട്ടി നിൽക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഉള്ള വെള്ളം പതുക്കെ അതിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ശരിക്കും ആദ്യം ഒഴുകി വരുന്ന വെള്ളം ഇത്രയും ഹൈറ്റിലേ കാണുള്ളൂ. ഈ ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ പതുക്കെ അതിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് ആ വെള്ളമാണ് നമ്മൾ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കനാലിൻ്റെ ഡൈവേർഷൻ. അപ്പോൾ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം ഇവിടെ വന്നിട്ട് ഈ ഒരു വെയറിന് അക്രോസ് ആയിട്ട് സെറ്റിൽ ചെയ്യുമെന്ന് വെച്ചാൽ പതുക്കെ പോണ്ടിങ് ആകും. ആ വെള്ളമാണ് നമ്മൾ ഈ ഹെഡ് റെഗുലേറ്റർ വഴി കനാലിൻ്റെ എൻട്രിയിൽ കൊടുത്തേക്കുന്ന ഈ ഒരു ഐറ്റമാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ. ഈ കനാൽ ഹെഡ് റെഗുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് കനാലിലേക്ക് ഒരു കോൺസ്റ്റൻറ്റ് ലെവലിൽ വെള്ളം പോകാനും കനാലിലേക്ക് സിൽട്ട് എൻട്രി ചെയ്യാതിരിക്കാനൊക്കെയാണ് ഹെഡ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ഈ ഒരു ഹൊറിസോണ്ടൽ വെയർ സ്ട്രക്ചറിനെ നമ്മൾ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഈ ഡിവൈഡ് വാൾ വെച്ചിട്ടാണ്. അപ്പോൾ നോക്കിക്കേ, ഇതൊരു വെർട്ടിക്കൽ സ്ട്രക്ചറാണ്, കൺസ്ട്രക്റ്റഡ് പെർപെൻഡിക്കുലർ ടു ദ വെയർ. അപ്പോൾ ഇതാണ് വെയർ അല്ലെങ്കിൽ ബാരേജ്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഡിവൈഡ് വാൾ. അപ്പോൾ ഡിവൈഡ് വാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഈ വെയറിനെ 2ആക്കി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഈ പോർഷൻ ഇച്ചിരി ലെങ്ത്ത് കൂടുതലായിരിക്കും, ഈ പോർഷൻ ഇച്ചിരി ലെങ്ത്ത് കുറവായിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ ഇപ്പുറത്തെ പോർഷനിൽ 3 തട്ടുകളാക്കിയാണ് ഇതിനെ വെച്ചേക്കുന്നത്. ഇത് ഒരു എലിവേഷനിലാണ്, ഇതായിരിക്കും ഏറ്റവും വലിയ എലിവേഷൻ. കുറച്ചുകൂടി ക്ലീനായിട്ട് പറയാം. ഇതേ ലെവലിൽ മണ്ണുള്ളതാണ് ഈ ഒരു ഏരിയ. ഇത് ഒരു സ്റ്റെപ്പ് കുഴിച്ചിട്ടുണ്ട്, ഇത് വീണ്ടും ഒരു സ്റ്റെപ്പ് കുഴിച്ചിട്ടുണ്ട്, ഇത് അവസാനത്തെ സ്റ്റെപ്പ്. അതായത് ഈ ഒരു വാളിൻ്റെ ബോട്ടത്തിലായിരിക്കും ഈ ഒരു പോർഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം വരുന്നുണ്ടല്ലേ, വെള്ളം വന്ന് ഈ ഒരു വാളിൽ ടച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ സൈഡിലുള്ള വെള്ളം റൈസ് ചെയ്യും, ഇവിടുത്തെ വെള്ളം റൈസ് ചെയ്യും. വെള്ളം റൈസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഇത് പതുക്കെ ഒരു പോണ്ടിങ് ആയിരിക്കും, ഈ പോർഷനിൽ ഒരു പോണ്ടിങ് സംഭവിക്കും. പോണ്ടിങ് എന്ന് വെച്ചാൽ സ്റ്റിൽ വാട്ടർ നമുക്ക് കിട്ടും. ഇനി സ്റ്റിൽ വാട്ടറിൻ്റെ കൂടി എന്തുണ്ടാവും? കുറേ സിൽട്ട് പൊടിപടലങ്ങളുണ്ടാവും. അത് പതുക്കെ താഴത്തേക്ക് വന്ന് ഈ ഏറ്റവും താഴെ വന്ന് സെറ്റിൽ ചെയ്യും. അതിനെ നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ വെയറിൽ ഏറ്റവും താഴെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടാവും, സിൽട്ട് എക്സ്ക്ലൂഡർ എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന പൊടിപടലങ്ങളും മഡ് പാർട്ടിക്കിൾസൊക്കെ ഇതിങ്ങനെ താഴത്തേക്ക് വന്ന് സെറ്റിൽ ചെയ്യും. ഇതിൻ്റെ താഴെ കൂടിയുള്ള ചെറിയൊരു ഹോള്, ഇതിൻ്റെ അകത്തുകൂടി ഒരു ഹോളുണ്ടാവും. ഈ ഹോള് യൂഷ്വലി ക്ലോസ്ഡ് ആയിരിക്കും. നമുക്ക് എപ്പോഴാണോ സിൽട്ട് എടുത്ത് കളയേണ്ടത് ആ സമയത്ത് നമ്മളിതിനെ ഓപ്പൺ ചെയ്യും. ഓക്കെ,
ഇനി അടുത്തത് ഈ ഒരു ഡിവൈഡ് വാളിൻ്റെ അടുത്ത സൈഡിൽ ഒരു ഫിഷ് ലാഡർ ഉണ്ടാവും. ഫിഷ് ലാഡർ ഇതുപോലെ സിക്സ് ആക്ക് ഷേപ്പിലായിരിക്കും. അതായത് ഫിഷിന് ഇതിൻ്റെ അകത്തുകൂടി ഫ്ലോ ചെയ്യാൻ പറ്റിയ രീതിയിൽ നമ്മളൊരു പ്രൊവിഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണ് ഫിഷ് ലാഡറായിട്ട് വരുന്നത്. അപ്പോൾ ഇത് റിവറിൻ്റെ അപ്സ്ട്രീം സൈഡ്, റിവറിൻ്റെ ഡൗൺ സ്ട്രീം സൈഡ്, ഇത് ഡിവൈഡ് വാള്, ഈ ഒരു മെയിൻ മെമ്പറാണ് നമ്മുടെ വെയർ അല്ലെങ്കിൽ ബാരേജ്. റിവറിന് അക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഗൈഡ് ബാങ്കാണ്. ഇനി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗൈഡ് ബാങ്കാണ്. ഈ ഒരു സൈഡ്, അതായത് വെയറിൻ്റെ ഇത്രയും പോർഷന് നമ്മൾ അണ്ടർ സ്ലൂയിസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവും. ഇനി സിൽട്ട് എക്സ്ട്രാക്ടർ എന്ന് പറയുന്നതാണ് ഈ ഒരു പോർഷൻ. എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? ഈ സിൽട്ടിനെ താഴത്തേക്ക് സെറ്റ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന പോർഷനാണ് ഈ സിൽട്ട് എക്സ്ട്രാക്ടർ. അതേപോലെ ഇതാണ് നമ്മുടെ കനാലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വെച്ചേക്കുന്ന പോർഷനാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഓരോ പാർട്ടും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാർട്ട് വരുന്നത് വെയർ അല്ലെങ്കിൽ ബാരേജ്. എ ലോ ഡാം ബിൽറ്റ് അക്രോസ് എ റിവർ ടു റൈസ് ദ ലെവൽ ഓഫ് വാട്ടർ ഓൺ ദ അപ്സ്ട്രീം സൈഡ് ഓർ റെഗുലേറ്റ് ഇറ്റ്സ് ഫ്ലോ. അപ്പോൾ റിവർ ഫ്ലോ ചെയ്യുന്ന അക്രോസ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ചെറിയൊരു ഡാമിനെയാണ് നമ്മൾ വെയർ അല്ലെങ്കിൽ ബാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്തുണ്ടാവും? ഇതിൻ്റെ അപ്സ്ട്രീം സൈഡ്, ഇത് അപ്സ്ട്രീം, ഇതാണ് ഒഴുകി പോകുന്ന സൈഡാണ് ഡൗൺ സ്ട്രീം. അപ്പോൾ അപ്സ്ട്രീം സൈഡിൽ വെള്ളത്തിൻ്റെ ഡെപ്ത്ത് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യാം. അതേപോലെ അതിൻ്റെ ഫ്ലോനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നല്ല സ്പീഡിൽ ഫ്ലോ ചെയ്ത് വരുന്ന റിവർ ആണെങ്കിൽ ഈ വെയറിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ വെലോസിറ്റി കുറച്ച് പോർഷനിൽ നമുക്ക് അതിൻ്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. എ ബാരേജ് അക്രോസ് എ റിവർ ടു പ്രിവെൻറ്റ് ഫ്ലഡിങ്, ടു ഹെൽപ്പ് ഇറിഗേഷൻ ഓർ നാവിഗേഷൻ ഓർ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ബൈ ടൈഡൽ പവർ. It have series of gates across the river to regulate the water surface level. അപ്പോൾ ഈ ഒരു ബാരേജിന് ഒരുപാട് ഗേറ്റുകളുണ്ട് അതിൻ്റെ അകത്ത്. ഇത് എപ്പോഴെങ്കിലും ഫ്ലഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അതേപോലെ ഇവിടെ നമ്മൾ വെള്ളത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ? കുറച്ച് ഹൈറ്റ് കൂടി വെള്ളത്തിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതല്ല, വെള്ളത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ മുകളിൽ കൂടെ ഫ്ലോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ബാരേജ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന യൂസുകൾ, ഫ്ലഡ് പെട്ടെന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇറിഗേഷൻ യൂസ് ചെയ്യാം. കനാൽസ് വഴി വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇറിഗേഷൻ യൂസ് ചെയ്യാം. നാവിഗേഷൻ പർപ്പസ് യൂസ് ചെയ്യാം. ടൈഡൽ എഫക്റ്റ് വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. സെക്കൻഡ് പാർട്ട് വരുന്നത് അണ്ടർ സ്ലൂയിസ് അല്ലെങ്കിൽ സ്ക്വയറിംഗ് സ്ലൂയിസ്. അണ്ടർ സ്ലൂയിസ് ആർ ദ ഓപ്പണിങ്സ് പ്രൊവൈഡഡ് അറ്റ് ദ ബേസ് ഓഫ് ദ വെയർ ഓർ ബാരേജ്. ബാരേജിൻ്റെ ഏറ്റവും താഴത്തെ ലെവലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പണിങ്സിനെയാണ് അണ്ടർ സ്ലൂയിസ് എന്ന് പറയുന്നത്. ദ ഓപ്പണിങ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് അഡ്ജസ്റ്റബിൾ ഗേറ്റ്സ്. നോർമലി ദ ഗേറ്റ്സ് ആർ ക്ലെപ്റ്റ് ക്ലോസ്ഡ്. ഡ്യൂറിങ് ഫ്ലഡ് ഇറ്റ് വിൽ ബി ഓപ്പൺ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഏറ്റവും താഴെ ഇതേപോലത്തെ കുറച്ച് ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് യൂഷ്വലി ക്ലോസ്ഡ് ആയിരിക്കും. എപ്പോഴാണോ നമുക്ക് ഈ സിൽട്ട് എടുത്ത് കളയേണ്ടത് എന്ന് വെച്ചാൽ ഇവിടുത്തെ സെറ്റിൽമെൻറ്റ് കൂടുന്നത്, ആ സമയത്ത് ഈ ഗേറ്റ്സ് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ അകത്തുകൂടി ആ സിൽട്ട് കലർന്ന വെള്ളം നമ്മൾ പുറത്തേക്ക് കളയും. ഇനി രണ്ടാമത്, എപ്പോഴെങ്കിലും ഫ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ഈ വാൽവ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. കാരണം ഇതിൻ്റെ അകത്തുകൂടി ഒന്നും ഓവർഫ്ലോ വരാത്ത രീതിയിൽ, ഇതിൻ്റെ മുകളിൽ കൂടി ഒന്നും വെള്ളം ഫ്ലോ ചെയ്ത് പോകാതെ, അതുപോലെ കനാലിൽ ഓവർഫ്ലോ വരാത്ത രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ അണ്ടർ സ്ലൂയിസ്, ഏറ്റവും താഴെയുള്ള ഈ പോർഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിടും. അപ്പോൾ അണ്ടർ സ്ലൂയിസ് എന്ന് വെച്ചാൽ ഈ വെയറിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനിലുള്ള ഓപ്പണിങ്സ്, അതാണ് അണ്ടർ സ്ലൂയിസ്. ദ സസ്പെൻഡഡ് സിൽട്ട് ഗോസ് ഓൺ ഡെപ്പോസിറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കനാൽ റെഗുലേറ്റർ. അപ്പോൾ ഇതാണ് കനാൽ റെഗുലേറ്റർ. ഇതിൻ്റെ മുമ്പിൽ ഈ ഒരു പോർഷനിലായിരിക്കും സിൽട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡിവൈഡ് വാൾ. ഇറ്റ് ഈസ് എ ലോങ് masonry concrete wall protected on all sides by stone or concrete blocks constructed at right angles to the axis of wear. ഓക്കെ, അപ്പോൾ വെയർ ഇങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ ഒരു ഡിവൈഡ് വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ടു സെപ്പറേറ്റ് ദ പ്രോപ്പർ വെയർ സെക്ഷൻ ആൻഡ് ദ അണ്ടർ സ്ലൂയിസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ വെയർ, ഇതാണ് നമ്മുടെ ഡിവൈഡ് വാൾ. ഇതിനെ അണ്ടർ സ്ലൂയിസ് സെക്ഷനും പിന്നെ സാധാ ഒരു വെയർ പോർഷനുമാക്കി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്
ഡിവൈഡ് വാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡിവൈഡ് വാൾ എക്സ്റ്റെൻഡ് ഓൺ ദ അപ്സ്ട്രീം സൈഡ് up to a distance little beyond the beginning of canal regulator to the downstream side. It helps in providing a comparatively less turbulent pocket near the canal head regulator, resulting in deposition of silt in this pocket and thus to help in the entry of silt free water into the canal. ഓക്കെ, ഇവിടെ പറയുന്ന പോയിന്റ്, ഈ ഡിവൈഡ് വോൾ ഇതാണ് നമ്മുടെ വയർ അല്ലേ. ഈ ഡിവൈഡ് വോൾ എവിടം വരെ പ്രൊജക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്? ഈ കനാലിൻ്റെ എൻട്രി ഇതാണ്. അപ്പോൾ കനാലിൻ്റെ ഹെഡ് റെഗുലേറ്റർ എവിടം വരെ വരുന്നുണ്ടോ അതിനേക്കാളും കുറച്ചുകൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കാരണം ഈ വെള്ളം കുറച്ച് സിക്സാക്ക് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി ഈ ഡിവൈഡ് വോൾ യൂസ് ചെയ്യും. അതേപോലെ ഈ ഡിവൈഡ് വോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ അകത്തേക്ക്, കനാലിൻ്റെ അകത്തേക്ക് വെള്ളം ഫ്ലോ ചെയ്യില്ല. അപ്പോൾ ആ ഒരു ഫ്ലോനെ നമുക്ക് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്, കമ്പാരിറ്റീവ്ലി ലെസ് ടർബുലൻറ്റ് പോക്കറ്റ്. ഇപ്പോൾ കനാലിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇത് ഡിവൈഡ് വോൾ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്കൊരു പോണ്ടിങ്, സ്റ്റേഷനറി, ടർബുലൻറ്റ് ലെസ് വാട്ടർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഡിവൈഡ് വാൾ മേ കീപ് ദ ക്രോസ് കറൻറ്റ് ഇഫ് at all they are formed away from the weir. Cross current leads to vertices and deep scours and therefore prove hazardous to wear. For this purpose, additional divide walls projecting at the right angles to the weir may sometimes be constructed at equal or decide space. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സെക്ഷൻ എന്ന് വിചാരിച്ചാൽ, ഇതാണ് നമ്മുടെ വെയർ, ഇതാണ് നമ്മുടെ ഒരു ഡിവൈഡ് വാൾ. ഇതേപോലെ ചിലപ്പോൾ 1-2 ഡിവൈഡ് വാൾസ് നമ്മൾ ചില കേസുകളിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ ക്രോസ് കറണ്ട്, ഹൊറിസോണ്ടൽ, വെള്ളത്തിന് ഹൊറിസോണ്ടൽ കർവ് ഉള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഈ കനാൽ കൺസ്ട്രക്ട് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ചിലപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ഇതേപോലത്തെ ഡിവൈഡ് വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയറിന് പെർപെൻഡിക്കുലറായിട്ട് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ക്രോസ് കറൻസ് ഒക്കെ മാറി ഇവിടെ ഒരു സ്റ്റിൽ വാട്ടർ കിട്ടും. ഓക്കെ, ഇത് യൂഷ്വലി നമ്മൾ എന്തിനാണ് ഇതുപോലെ ഒരു വെർട്ടിക്കൽ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒഴുകി വരുന്ന വെള്ളം ഒറ്റയടിക്ക് വന്ന് ഈ വെയറിൽ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഹസാഡസ് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്, സ്കോറിങ് വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എന്തെങ്കിലുമൊക്കെ ചെറുതാ പാർട്സായിട്ട് ഒലിച്ചു പോകും. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ഡിവൈഡ് വാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് ഫിഷ് ലാഡർ. എ സ്ട്രക്ചർ വിച്ച് എനബിൾസ് ദ ഫിഷ് ടു പാസ് അപ്സ്ട്രീം ഈസ് കോൾഡ് ഫിഷ് ലാഡർ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരു വെർട്ടിക്കൽ ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഷ് ലാഡർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വെയർ വെച്ച് ബ്ലോക്ക് ചെയ്തേക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിലെ ഒഴുകി വരുന്ന അല്ലെങ്കിൽ ഫ്ലോ ചെയ്ത് വരുന്ന ഫിഷിന് അതിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലേക്ക് പോകാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ചെറിയ പാത്തിനെയാണ് നമ്മൾ ഫിഷ് ലാഡർ എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിഷിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഫിഷ് വേലിയേറ്റ സമയത്ത് റിവറിൽ കൂടി ഒരു സൈഡിലേക്ക് ഫ്ലോ ചെയ്യും, വേലി ഇറക്കുന്ന സമയത്ത് റിവറിൻ്റെ അടുത്ത ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അതങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിന് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൽ ഫിഷ് ലാഡർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഡിവൈസ് ബൈ വിച്ച് the flow energy can be dissipated in such a manner as to provide smooth flow at sufficient low velocity not exceeds 3 to 3.5 meter per second, accomplished by providing a narrow opening adjacent to the divide wall and provide suitable baffles or staging. അപ്പോൾ ഇവിടെ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഡിവൈഡ് വാൾ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ വെയർ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ ഒരു ഫിഷ് ലാഡർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊവിഷൻ കൊടുക്കുന്നത്. ഇനി എന്തിനാണ് ഇതിൻ്റെ ഈ രീതിയിൽ ചരിച്ചൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ സ്പീഡിൽ വരുന്ന വെള്ളം ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി പോയി പതുക്കെ ഇതിൻ്റെ അകത്തുകൂടി ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ ഒരു വെരി സ്ലോ പോർഷനിൽ കൂടി ഫിഷിന് സ്മൂത്തായിട്ട് ഇതിൻ്റെ അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ഒരു നോട്ടാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ, നിങ്ങൾക്ക് എന്തെങ്കിലും PSC SSC എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൊടുത്തേക്കുന്നൊരു നോട്ടാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാൻഡ്രോമസ് ഫിഷ്, അതായത് മൈഗ്രേറ്റിംഗ് ഫിഷ് മൂവ് ഫ്രം വൺ പാത്ത്
to the one path of the river to the other path according to the season. In India, only one such migrating fish is found, and the species is known as Hisla. Salmon, steelhead, trout, etc. are the other species of such anadromous fish found in other countries. In India, this fish is found to be moving from upstream, that is hill, to the downstream plains in the beginning of the winter in search of warmer water, and return to their grounds upstream slightly before monsoons in the month of May and June. ഇതൊന്നും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പോകുമ്പോൾ ആവശ്യം വരുന്നൊരു നോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് കനാൽ ഹെഡ് റെഗുലേറ്റർ അല്ലെങ്കിൽ ഹെഡ് സ്ലൂയിസ്. അപ്പോൾ കനാൽ ഹെഡ് റെഗുലേറ്റർ കനാലിൻ്റെ എൻട്രിക്ക് തൊട്ട് മുമ്പിൽ കൊടുക്കുന്നതാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ. എ കനാൽ ഹെഡ് റെഗുലേറ്റർ ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ head of the off-taking canal and serves the following function. ഒന്നാമത്തത്, ഇറ്റ് റെഗുലേറ്റ്സ് ദ സപ്ലൈ ഓഫ് വാട്ടർ എൻ്ററിങ് ദ കനാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ വരുന്ന വെള്ളമാണെങ്കിൽ അതിനെ സ്പീഡൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഫ്ലോ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഹെഡ് റെഗുലേറ്റർ യൂസ് ചെയ്യാം. രണ്ടാമത്തത്, ഇറ്റ് കൺട്രോൾസ് ദ എൻട്രി ഓഫ് സിൽട്ട് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ റെഗുലേറ്റർ യൂസ് ചെയ്യാം. അടുത്തത്, ഇറ്റ് പ്രിവെൻറ്റ്സ് ദ റിവർ ഫ്ലഡ് ഫ്രം എൻ്ററിങ് ദ കനാൽ. അതായത് ഇപ്പോൾ റിവറിൽ മഴയൊക്കെ പെയ്ത് പെട്ടെന്ന് ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞാൽ അത്രത്തോളം വെള്ളം കനാലിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം കനാലിൻ്റെ വെള്ളം യൂസ് ചെയ്യുന്ന ഫാമേഴ്സ് ഉണ്ടാവും, ഹൗസ് ഹോൾഡ് പർപ്പസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ പെട്ടെന്ന് കനാലിലെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്താൽ ഹ്യൂജ് ഡാമേജ് ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഹെഡ് റെഗുലേറ്റർ ഹെൽപ്പ് ചെയ്യും. The regulator is generally aligned at the right angles to the weir, but slightly larger angles between 90 to 110 degree are considered preferably. The regulator is provided with gates. അതായത് ഈ ഒരു റെഗുലേറ്ററിൻ്റെ അകത്ത് ഗേറ്റുകളുണ്ടാവും. എന്തിനാണ്? ഇപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ കുറവാകുമ്പോൾ തുറന്നുവിടാനും, അതേപോലെ വെള്ളത്തിൻ്റെ ലെവൽ കുറവാകുമ്പോൾ അടച്ചിടാനും, ഫ്ലഡൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ ആയിട്ട്. ലാർജർ സ്പാൻസ് ആർ ജനറലി 5 to 6 meters ആർ നൗ യൂസ്ഡ് ദിസ് ഡേയ്സ്. അതായത് റെഗുലേറ്ററിൻ്റെ സ്പാൻ ഏറ്റവും കൂടിയത് 6 to 10 meters ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വയർ, നമ്മുടെ റിവർ. ഈ ഒരു വയറിന് 90 to 110 degree അലൈൻമെൻറ്റിലായിരിക്കും ഈ റെഗുലേറ്റർ അവിടെ നിന്ന് കനാലും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് സിൽട്ട് എക്സ്ക്ലൂഡർ. Constructed on the bed of the river on the upstream of the head regulator. Silt excluders are constructed on the bed of the river. The clearer water enters the head regulator and silted water enters the silt excluder. അപ്പോൾ ഇവിടെ ഏറ്റവും താഴത്തെ ഈ ഒരു പോർഷൻ റിവർ ബെഡിനോട് ഏറ്റവും താഴത്തെ ലെവലിലാണ് നമ്മൾ ഈ സിൽട്ട് എക്സ്ക്ലൂഡർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നല്ല വെള്ളം ഹെഡ് റെഗുലേറ്ററിലേക്ക് പോവും, ചീത്ത സിൽട്ടഡ് വെള്ളം ഈ ഒരു സിൽട്ട് എക്സ്ക്ലൂഡറിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അടുത്തത് ലാസ്റ്റ് വൺ, റിവർ ട്രെയിനിങ് വർക്ക്. അപ്പോൾ റിവർ ട്രെയിനിങ് വർക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണമാണ് നമുക്കുള്ളത്. ഒന്ന് മാർജിനൽ ബണ്ട്, രണ്ടാമത്തത് ഗൈഡ് ബാങ്ക്സ്. അപ്പോൾ മാർജിനൽ ബണ്ട് യൂസ് ചെയ്യുന്നത് ടു പ്രിവെൻറ്റ് ദ ഷോർ ആൻഡ് ട്രീസ് ഓവർ ദർ. എൻ്റെ സൈഡിലുള്ള ട്രീസിനെയും കരയെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഫ്ലഡ് ഉണ്ടാകുമ്പോൾ അതിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാർജിനൽ ബണ്ട് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് ടു പ്രൊട്ടക്റ്റ് ദ ഏരിയ ഫ്രം സബ്മറൻസ് ഡ്യൂ ടു റൈസ് ഇൻ ഹൈ ഫ്ലഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, ഹൈ ഫ്ലഡ് ഉണ്ടാകുമ്പോൾ താഴെ കിടക്കുന്ന ഭൂമിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർജിനൽ ബണ്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഗൈഡ് ബാങ്ക്, ഗൈഡിങ് ദ വാട്ടർ ഇൻ ടു ദ ഡൈവേർഷൻ ഹെഡ് വർക്ക്. റിവറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിനെ കുറച്ചൊന്ന് സ്മൂത്ത് ആക്കിയിട്ട് ഡൈവേർഷൻ ഹെഡ് വർക്ക്സിലേക്ക് പ്രൊവൈഡ് ചെയ്യും. അടുത്തത് ഗൈഡ് ബണ്ട്സ് ഫോഴ്സ് ദ റിവർ ഇൻ ടു എ റെസ്ട്രിക്റ്റഡ് ചാനൽ ആൻഡ് ദസ് എൻഷുറിങ് എ സ്മൂത്ത് ആൻഡ് ഓൾമോസ്റ്റ് ആക്സിയൽ ഫ്ലോ നിയർ ദ വെയർ സൈറ്റ്. അതായത് ഇറഗുലറായിട്ട് നല്ല വെലോസിറ്റിയിൽ വരുന്ന റിവർ വാട്ടറിനെ അതിൻ്റെ ഫോഴ്സൊക്കെ കുറച്ചിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് നല്ല സ്മൂത്ത് ആക്കിയിട്ട്, അതുപോലെ ആക്സിയൽ അതായത് യൂണിഫോം ആക്കിയിട്ടായിരിക്കും ആ ഒരു വെയറിലേക്ക് ഹിറ്റ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഈ ഗൈഡ് ബാങ്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡൈവേർഷൻ ഹെഡ് വർക്ക്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു, അതിൻ്റെ ഒരു ടിപ്പിക്കൽ ലേ ഔട്ട് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഓരോ പാർട്സും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും.
ഓക്കെ. ഇനി ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് 3 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഞാനിവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത്, ഡ്രോ എ നീറ്റ് സ്കെച്ച് ഓഫ് ലേ ഔട്ട് ഓഫ് എ ഡൈവേർഷൻ ഹെഡ് വർക്ക് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് കമ്പോണൻറ്റ്. ഇത് 10 മാർക്കിന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കനാൽ റെഗുലേറ്റർ, 2 മാർക്കിൻ്റെ ചെറിയൊരു ക്വസ്റ്റ്യനായിട്ട് സബ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചതാണ്. മൂന്നാമത് ചോദിച്ചേക്കുന്നത്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ആൻ അണ്ടർ സ്ലൂയിസ് ആൻഡ് സിൽട്ട് എക്സ്ക്ലൂഡർ ഇൻ എ ഡൈവേർഷൻ ഹെഡ് വർക്ക്, 4 മാർക്കിൻ്റെ സബ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചേക്കും. അപ്പോൾ ഈ ഒരു ലെക്ചർ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്യൂറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു.